സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ഹർഷവർദ്ധൻ, നിതിൻ ഗഡ്കരി എല്ലാവരുമായിട്ടും സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയം അടുത്ത വരുന്ന 2 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ അതിന്റെ ശരിയായ രീതിയിൽ ധരിപ്പിക്കുന്നതുമായിരിക്കും. എങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കാം, പരിസ്ഥിതിയെ നശിപ്പിക്കാം എന്നുള്ള ചിന്തയുമായി മുന്നോട്ട് പോകുന്ന സമീപനമാണ് ഭരണകൂടങ്ങളോട്, ഭരണാധികാരികളോട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ ഇവിടെ 45 മീറ്റർ വേണം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട KP രാജേന്ദ്രൻ നമ്മുടെ റവന്യൂ മന്ത്രി ആയിരുന്നപ്പോ 30 മീറ്റർ മതി എന്ന തീരുമാനമെടുത്തത് 45 മീറ്റർ ആയത് 6 മാസം കൊണ്ട്. 6 മാസം കൊണ്ട് ഈ കീഴാറ്റൂർ നെൽവയലിൽ കൂടെ തന്നെ ഇത് പോകണം തീരുമാനിക്കുന്ന കാര്യം എന്താ? കണ്ണൂർ തളിപ്പറമ്പ് കീഴാറ്റൂരിൽ ബൈപ്പാസിനെതിരെ സമരം. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കീഴാറ്റൂർ ബൈപ്പാസ് വിഷയം സംബന്ധിച്ച് വയൽക്കിളികളുമായി ഇന്ന് ഡൽഹിയിൽ ചർച്ച നടക്കും. സുരേഷ് കീഴാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. NH66 6 വരി വികസനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു സ്ഥലപ്പേരായിരിക്കും ഒരു പക്ഷേ കീഴാറ്റൂർ. അപ്പോൾ ഇതാണ് കുറ്റിക്കോൽ പാലം. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്നാണ് നമ്മുടെ കീഴാറ്റൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത്. ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ച 2017-2018 കാലഘട്ടത്തിലാണ് ദേശീയ ശ്രദ്ധയാകർഷിച്ച കീഴാറ്റൂർ വയൽക്കിളി സമരം അരങ്ങേറുന്നത്. ആ സമരത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകൽ ഇവിടുത്തെ വിഷയമല്ല. നമുക്കിന്ന് കീഴാറ്റൂർ ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷന്, കീഴാറ്റൂർ ബൈപ്പാസിൻ്റെ വർക്കുകൾ എവിടെത്തി എന്നുള്ളത് നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. കുറ്റിക്കോൽ പാലത്തിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് കുവ്വോട് കീഴാറ്റൂർ വഴി തളിപ്പറമ്പ് ടൗണിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കുപ്പം പാലത്തിൻ്റെ ഭാഗത്ത് ചെന്ന് ചേരുന്ന കീഴാറ്റൂർ ബൈപ്പാസിൻ്റെ നീളം 5.5 കിലോമീറ്ററാണ്. NH6 വരി വികസനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥലമേറ്റെടുക്കുമ്പോൾ തളിപ്പറമ്പ് ടൗണിനും അതുപോലെ തന്നെ വീടുകൾക്കും ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇതുപോലുള്ളൊരു ബൈപ്പാസിൻ്റെ ചർച്ച വരുന്നത്. 2017-2018 കാലഘട്ടത്തിലാണ് കീഴാറ്റൂർ വയൽക്കിളി സമരം ദേശീയ ശ്രദ്ധയാകർഷിച്ച വലിയ ചർച്ചകൾക്ക് വഴിവെച്ച കീഴാറ്റൂർ സമരമുണ്ടാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് റോഡിൻ്റെ വർക്കുകളിലേക്ക് പോകാം. ഇവിടെ പൂർണ്ണമായിട്ടും സർവീസ് റോഡ് ഒഴിവാക്കിയിട്ടുള്ളൊരു റോഡാണ് കീഴാറ്റൂർ ബൈപ്പാസ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിവൈഡറൊക്കെ നല്ല വീതിയിലാണ്. ഇനി ഇവിടെ സൈഡിൽ ഗ്രില്ല് വെച്ച് മറച്ചിട്ടാവും ഈ ബൈപ്പാസ് മുന്നോട്ട് പോവുക. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസ് അതേപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസൊക്കെ ഭൂരിഭാഗവും വയഡറ്റിലൂടെ കടന്നു പോകുമ്പോൾ കീഴാറ്റൂർ ബൈപ്പാസ് മണ്ണിട്ടുയർത്തിയിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ചെറിയ പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ കീഴാറ്റൂർ അന്ന് നല്ല രീതിയിൽ നെൽകൃഷിയുള്ള പാടമായിരുന്നു എന്നാണ് അതിലൊക്കെ കാണാൻ കഴിഞ്ഞത്. എനിക്ക് ഈ ഭാഗം പരിചയമില്ല. ബൈപ്പാസിൻ്റെ വർക്കുകൾ പല ഭാഗത്തും ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം കൾവർട്ടുകളുണ്ട് കേട്ടോ ഈ ബൈപ്പാസിന്. പിന്നീട് ഇതിന് മുന്നോട്ടുള്ള വികസനം എങ്ങനെയാണെന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ടും അറിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് പോലെ തന്നെ തുടങ്ങുന്ന ഭാഗം അവസാനിക്കുന്ന ഭാഗം അഥവാ നമ്മുടെ കുപ്പം പാലം ഭാഗത്തേക്ക് പിന്നെ ഒരു കുന്നും പ്രദേശം പോലത്തെ സ്ഥലത്തേക്ക് വയഡക്റ്റിലൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത്.
ഒരു ചെറിയ വാഡക്റ്റാണ്. അപ്പോൾ ആ വാഡക്റ്റിൻ്റെ വർക്കുകളൊക്കെ എവിടെ എത്തിയെന്ന് നമുക്ക് കാണാം. പിന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരു വിവാദമായൊരു ഭാഗത്തെ വീഡിയോ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കമൻറ്റിലെ വിവാദങ്ങൾ ഈ വീഡിയോക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാ വിവാദങ്ങളും തീർന്ന് എല്ലാ സമരങ്ങൾക്കും പരിഹാരമായി ആളുകൾക്കൊക്കെ നല്ല തോതിൽ നഷ്ടപരിഹാരം കിട്ടി പിന്നീട് സമരം അവസാനിപ്പിക്കുകയും ഇതിനു ശേഷമാണ് കിയാറ്റൂർ ബൈപ്പാസിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ബൈപ്പാസിൻ്റെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഹി തലശ്ശേരി ബൈപ്പാസ് അവസാനിക്കുന്ന മുഴുപ്പിലങ്ങാട് മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിലാണ് കിയാറ്റൂർ ബൈപ്പാസ് ഉൾപ്പെടുന്നത്. വലിയ തോതിലുള്ള വലിയ തോടുകളൊന്നും അതല്ലെങ്കിൽ തോടൊക്കെ ഉണ്ടാവില്ല, നമ്മൾ കുറച്ചൊക്കെ വീതിയുള്ള തോടൊക്കെ ഒഴുകിപ്പോകുന്ന ഒരു പാടായിട്ട് ഇതിന് തോന്നുന്നില്ല. മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് വെള്ളമില്ലാതെ ആയതാണോ എന്നറിയില്ല. എന്തായാലും വളരെ ജനസാന്ദ്രത കുറവാണ് ഈ ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സർവീസ് റോഡ് ഒഴിവാക്കിയിട്ടുള്ളൊരു ബൈപ്പാസ് ആയിട്ട് ഇത് മാറിയത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് വിശ്വസമുദ്രൻ്റെ റീച്ചുകൾ ഇതുവരെ നമ്മൾ ഈ ബൈപ്പാസ് വരെയുള്ള റീച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് വിശ്വസമുദ്രൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പൊന്നാനി മുതൽ കാസർഗോഡ് തലപ്പാടി അതിർത്തി വരെയുള്ള റീച്ചുകൾ കണ്ട സ്ഥിതിയിൽ ഏറ്റവും മോശപ്പെട്ട വർക്ക് നടക്കുന്നത് വാഗാടിൻ്റെ റീച്ചിലാണ്. അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈ എല്ലാ റീച്ചും ഞങ്ങൾ ഈ യാത്രയിൽ കണ്ട് വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ സ്ഥലപ്പേരിലും മറ്റുമൊക്കെ നല്ല തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തിരുത്താൻ ഈ നാട്ടുകാരായ ആളുകളൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത് തിരുത്തിയിട്ടുള്ള കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പിന്നീട് വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് വലിയ ഉപകാരമാകും. വിശ്വസമുദ്രൻ്റെ റീച്ചിൽ KNRCനൊക്കെ പോലെ തന്നെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും തൊഴിലാളികളെയും അതേപോലെ തന്നെ കമ്പനിയുടെ വലിയ രീതിയിലുള്ള വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡിവൈഡറിൻ്റെ സ്റ്റൈല്. നമ്മുടെ മറ്റ് പാതകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡിവൈഡർ ഉള്ളത്. ഏകദേശം ഒരു 3 മീറ്ററൊക്കെ വീതി ഉണ്ടാവും ഡിവൈഡറിന്. എന്തായാലും ഒരു നല്ല റോഡ് കേരളത്തിൻ്റെ പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഹൈവേകൾ വർഷങ്ങൾക്ക് മുമ്പ് വികസിപ്പിച്ചപ്പോഴും പല വിവാദങ്ങളിലും പെട്ടിട്ട് നമ്മുടെ ഹൈവേ വികസനം ഇങ്ങനെ മെല്ലെ വേഗതയിൽ നീങ്ങിയനി. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുണ്ട്. ഒരു 2 കൊല്ലം കൊണ്ടൊക്കെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 110 വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റിയ ഒരു റോഡ് നമുക്കുണ്ടാകും. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഏകദേശം കോഴിക്കോട് എത്തണമെങ്കിൽ 7 മണിക്കൂർ 8 മണിക്കൂർ യാത്ര വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈക്കിനാണ് ഇത്രയും ദൂരം ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഈ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ അതാ നേരെ മുന്നിലേക്ക് നോക്കിയാൽ നമുക്ക് വയഡക്റ്റിൻ്റെ വർക്കുകൾ തുടങ്ങിയതായിട്ട് കാണാം. ഒരു ഐഡിയ ഇല്ലാതാണ് മുന്നോട്ട് പോണത്. പിന്നെ വിശ്വസമുദ്രൻ്റെ വർക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള വർക്കുകളാട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇനി ഗർഡറുകളതാ ബാക്കിൽ നമ്മൾ കണ്ടല്ലോ കുറേ ഉണ്ടാക്കി വെച്ചത്. പിയർ ഗ്യാപ്പിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്കൊന്നും പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇടയിലൊക്കെ ഓരോന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ വാഗാടിൻ്റെ റീച്ചിലാണ് എവിടെയും പണിക്കാരെ കാണാൻ പറ്റാത്തത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ തൊഴിലാളികളെ കാണാം നമുക്ക്.
മലപ്പുറത്തിൻ്റെ റീച്ചിലാണെങ്കിൽ വളവളവളാന്ന് വർത്താനം പറയാൻ കഴിയും. ഇത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ സംസാരം ഉണ്ടാക്കി പറയണ പോലുള്ളൊരു ഫീലിംഗാണ്. എന്തായാലും വർക്ക് കണ്ടാൽ മതിയല്ലോ. അങ്ങനെ ഒരു ബൈപ്പാസ് കൊണ്ട് കീഴാറ്റൂർ ദേശീയ ശ്രദ്ധ എന്നല്ല പറയേണ്ടത്, ലോകശ്രദ്ധ ആകർഷിച്ച ഒരു സമരം തന്നെയാണ് കീഴാറ്റൂരെ സമരം. വെറുതെ ഒന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കീഴാറ്റൂർ സമരത്തിനെ പറ്റി അറിയില്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. കീഴാറ്റൂർ വയൽക്കിളി സമരം എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നൂറുകണക്കിന് വീഡിയോകളും വാർത്താ ലിങ്കുകളും കാണാൻ പറ്റും. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് തളിപ്പറമ്പ് ടൗണിലേക്ക് കയറിയിട്ട് ഇനി പഴയ NH-66 പോയിട്ട് വേണം, പഴയത് പറഞ്ഞാൽ നിലവിലെ NH-66 പോയിട്ട് നമുക്ക് ഈ ബൈപ്പാസ് വന്ന് ചേരുന്ന ഭാഗത്തേക്ക് എത്തണം. കുപ്പം പാലത്തിൻ്റെ ഭാഗത്താണ് ബൈപ്പാസ് പിന്നീട് വന്ന് ചേരുന്നത്. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും ബൈപ്പാസ് ഇവിടെയാണ് അവസാനം വന്ന് നിൽക്കുന്നത്. പിന്നീട് മുന്നോട്ട് നോക്കിയാൽ കാണുന്ന പാലാണ് കുപ്പം പാലം. കുപ്പം പാലത്തിൻ്റെ രൂപം കണ്ടിട്ട് നമ്മുടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒക്കെ ഒരു രൂപമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ പാലാകാനാണ് സാധ്യത. ഇതിൻ്റെ പഴക്കൊക്കെ അറിയണമല്ലോ, കമൻറ്റ് ചെയ്യുക. ഇവിടെ പാലത്തിൻ്റെ ഒരു ഭാഗത്തെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞത് കാണാൻ കഴിയും. ഇനി ഈ പാലം നിലനിർത്തോ പൊളിക്കുമോ എന്നറിയില്ല, പൊളിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് നമ്മളെ പള്ളിക്കര ROB കേട്ടോ. അപ്പോൾ 4 വരിയിൽ വർക്ക് കഴിഞ്ഞ ROB ആണ്. ഇനി ഇത് 6 വരിയായിട്ട് വികസിപ്പിക്കുന്ന 2-3 ദിവസം മുന്നേ വാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ പോന്നപ്പം ആ ബൈപ്പാസിൻ്റെ കൂടെ തന്നെ ഈ ROBൻ്റെ വർക്ക് കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ട് കുറച്ചായി ഇതും കൂടി ഉൾപ്പെടുത്താൻ തോന്നി. അങ്ങനെ ഉൾപ്പെടുത്തിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ എനിക്ക് പലതും അറിയാത്ത സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് പല ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും വീഡിയോയിൽ, വാക്കിലൊക്കെ. അപ്പോൾ അത് നിരുപാധികം ക്ഷമിക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.